ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കുക. ഇങ്ങനെ ഹവാ ബസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ എയർപോർട്ടിൻ്റെ ഷട്ടിൽ ബസ്സുകൾ. സോ നമ്മളിപ്പം നമ്മുടെ ഇസ്താംബുളിലേക്ക് പോകാനായിട്ട് നമ്മുടെ കേസറി എയർപോർട്ടിൽ വന്നു. കപ്പഡോക്കിയയിലെ 2 എയർപോർട്ടുണ്ട്, അതായത് കേസറിയും നെവ്സീറും. അതിൽ കേസറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എയർപോർട്ട് ചെക്കിനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലത്തെ പോലെ നമ്മൾ ലിക്വിഡൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം കൂടെ ഒറ്റയടിക്ക് ബാഗ് സ്കാൻ ചെയ്ത് വിടുക. പക്ഷേ 2 ചെക്കിനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ പ്രെയർ റൂംസൊക്കെ ഇങ്ങനെ കണ്ടു. മെയിൽ പ്രയർ റൂംസും ഫീമെയിൽ പ്രയർ റൂംസും ഒക്കെ കണ്ടു. അത് നമ്മൾ വേറെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ ക്ലോസറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കഫേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ഫുള്ള് എയർപോർട്ട് ഫുള്ളും തപ്പി അങ്ങോട്ട് കുറേയൊക്കെ നടന്നൊക്കെ നോക്കിയിട്ടൊന്നും കഫേ കാണുന്നില്ല. അപ്പം നോക്കി വന്നപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കഫേ ഉള്ളത്. അവർക്ക് മാറിപ്പോയതാണോ അതോ ഇനി സിമ്പിൾ ഇങ്ങനെയാണോ ഇവിടുത്തെ എന്നറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ ബോർഡിങ് അവിടെ തുടങ്ങാറായി. ഗേറ്റൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ബോർഡിങ്ങൊക്കെ തുടങ്ങാറായി. നമ്മൾ ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മളിനി ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്തത് റെഡി ടു ഗോ ടു ഇസ്താംബുൾ. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. സോ നമ്മൾ ഇസ്താംബുൾ എയർപോർട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ഓൾഡ് ടൗണിലേക്ക് പോകണം. ഗലാട്ട ടവറിൻ്റെ അവിടെയാണ് നമ്മുടെ ഹോട്ടൽ വന്നിട്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഹവാ ബസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ എയർപോർട്ടിൻ്റെ ഷട്ടിൽ ബസ്സുകളാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടാക്സിക്കൊക്കെ കുറച്ച് ചാർജ് കൂടുതലായിരിക്കും. ഇത് എന്തോ 100 ലിറ മറ്റോ ആവത്തുള്ളൂ. അപ്പം ഇവിടെ എയർപോർട്ട് ഇതാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ വന്നിട്ട്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, പോവുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണേ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കുക. കണ്ടക്ടറാണോ പുള്ളിക്കാരൻ? പുള്ളിക്കാരൻ ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ അങ്ങനെയല്ലല്ലോ. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ഓണും ടാപ്പ് ഓഫും ചെയ്തിട്ട് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവിടെ ടിക്കറ്റ് നമ്മുടെ നാട്ടിലെ പോലെ ടിക്കറ്റ് കിട്ടി കളിച്ചിട്ട് ടിക്കറ്റ് കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബസ്സിൻ്റെ പരിപാടി. അപ്പം നമുക്ക് ടക്സിം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ടക്സിമിൽ നിന്ന് അടുത്ത ബസ് എടുത്തിട്ട് നമ്മുടെ ഗലാട്ട ടവറിൻ്റെ അവിടേക്ക് പോകണം. അപ്പം നമ്മുടെ ബസ് ഇപ്പം എടുക്കാനായിട്ട് പോകുന്നു. അപ്പം ഇത്രയുള്ളൂ. ബസ്സൊക്കെ നല്ല ബസ്സാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, അപ്പോൾ അതുപോലത്തെ നല്ലൊരു ബസ്സാണ്. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നമ്മളൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ അവരൊരു ചെമ്പ് നിറച്ചും ബിരിയാണി ഇങ്ങനെ കൊണ്ടുവച്ചു. അതിൽ ഒരു പ്ലേറ്റ് തന്നെ ഞങ്ങൾക്ക് 2 പേർ കൂടെ ധാരാളമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ച് വയറ് നിറച്ചിട്ട് ഉറക്കം നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇസ്താംബുളിൽ നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അടുക്കൽ ഇതുപോലെ കയോസ്കുകളുണ്ട്. അവിടുന്ന് നമുക്ക് ഇസ്താംബുൾ കാർട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇസ്താംബുൾ ട്രാവൽ കാർഡ് അല്ലെങ്കിൽ ഇസ്താംബുൾ കാർട്ട് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തിലേക്ക് ഇത്രയും ഓപ്ഷൻസ് തരും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള ലിറ നമുക്ക് അതിനകത്തിലേക്ക് ലോഡ് ചെയ്യാം. ഞങ്ങൾ 200 ലിറയാണ് ചൂസ് ചെയ്തത്. നമ്മളൊരു 3 ഡേയ്സ് ആണ് ഇസ്താംബുളിലുള്ളത്. അപ്പം 200 ലിറ നമുക്ക് ക്യാഷ് ആയിട്ട് അതിനകത്തിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു കോൺടാക്ട്ലെസ് കാർഡ് നമുക്ക് തരും. അപ്പം നമുക്കത് ഉപയോഗിച്ചിട്ടാണ് ടാപ്പ് ഓണും ടാപ്പ് ഓഫും ചെയ്ത് നമ്മുടെ മെട്രോ അല്ലെങ്കിൽ ട്രാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ആണ് ഇസ്താംബുൾ കാർട്ട് അല്ലെങ്കിൽ ഇസ്താംബുൾ ട്രാവൽ കാർഡ് കിട്ടുന്നത്. ഇത് നമുക്ക് ഇനിയും നമുക്ക് ഈ ഒരു ലിറ അതിനകത്തിൽ ലോഡ് ചെയ്തിട്ടുള്ള 200 ലിറ തീർന്നിടം വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു കാർട്ടിൽ മാക്സിമം 5 പേർക്ക് വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം വളരെയധികം ചീപ്പ് ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ഇസ്താംബുൾ കാർട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് റീചാർജ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഉപയോഗമാണ്. എല്ലാ മെട്രോ സ്റ്റേഷനിലും ഒരു യെല്ലോ ടൈപ്പ് കയോസ്ക് കാണും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് റീചാർജ് ചെയ്യാനും പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഏതാണ്ട് 2 തവണയാണ് ഞങ്ങളുടെ ഈ ഹോൾ ട്രാവലിന് അത് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് വളരെ ചീപ്പ് ഓപ്ഷനാണ് കേട്ടോ.
നമ്മളിപ്പോൾ ഇസ്താംബുളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കപ്പഡോക്കിയിൽ നിന്ന് ഇസ്താംബുളിലേക്ക് നമ്മൾ വന്നു. ഫ്ലൈറ്റ് എടുത്താണ് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടക്സിം സ്ക്വയറിൽ ഇറങ്ങിയിട്ട് ഇപ്പം നമ്മളിതാ നമ്മുടെ ഹോട്ടലിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇസ്താംബുൾ യൂണിവേഴ്സിറ്റി, അതാണ് ഈ സ്റ്റോപ്പ് വന്നിട്ട്. നമ്മൾ കുറച്ചൊന്ന് കറങ്ങിയായിരുന്നു നമ്മുടെ മെട്രോയിൽ വന്നിട്ട്. അവിടെ വന്നിട്ട് നമ്മൾ കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറങ്ങി, പക്ഷേ നമ്മൾ ഇവിടെ എത്തി. ഏകദേശം നമ്മുടെ ലണ്ടൻ നമ്മുടെ അണ്ടർഗ്രൗണ്ടിൻ്റെ കൂട്ടൊക്കെ തന്നെ ഇരിക്കും. ഒരു ഓവറോൾ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ പ്രോസസ്സും ഒക്കെ ഏകദേശം അതുപോലെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പം ഇവിടുത്തെ മെട്രോയും നമ്മുടെ ലണ്ടൻ മെട്രോ പോലെ ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ലണ്ടൻ മെട്രോയെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് നമ്മളിത് ആ ഹോട്ടൽ റൂമിൽ എത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി. എൻ്റെ കൂടെ ഈ ഒരു ഹോട്ടൽ റൂമിൻ്റെ വീഡിയോ എടുക്കാൻ കഷ്ടപ്പെട്ട് സഹകരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഇസ്താംബുളിലെ നമ്മുടെ ഹോട്ടലിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റമദ ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്, ഒരു ചെറിയൊരു റൂം സെറ്റപ്പാണ്. പക്ഷേ സൗകര്യങ്ങളുണ്ട്. നമുക്കൊരു 2 days മാത്രമേ ഉള്ളൂ നമ്മളിവിടെ. അപ്പം അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ കുറേ അവിടോട്ടാണ് ടോയ്ലറ്റൊക്കെ, പിന്നെ ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്, ചെറിയൊരു ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസർ. ആ പെട്ടിന്ന് മാറ്റിക്ക്. ചെറിയൊരു ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസറുണ്ട്, കണ്ടോ? ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസറുണ്ട്, പിന്നെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹോട്ടൽ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ വ്യൂ വന്നിട്ടുണ്ട്, ഇങ്ങോട്ടുള്ളൊരു വ്യൂ ഒക്കെയാണ്. നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ആണ്, കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റിയിലേക്കുള്ള വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെയാണ്. ഇനിയും 2 ദിവസത്തേക്ക് നല്ല വെളിച്ചം, ഭയങ്കര വെളിച്ചം, ഭയങ്കര വെളിച്ചം. നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ 2 ദിവസത്തേക്ക് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത് ഇസ്താംബുളിൽ. നമ്മൾ ഇനിയിപ്പം അവർ കുറച്ച് ക്രൂസ് ടൂറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പം അതിലേതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യും. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് പോകും, അല്ലെങ്കിൽ നമ്മൾ നാളെ പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നു. ഇത് ഞാൻ ഒരു എൻഡ് വീഡിയോ ആണോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ക്രൂസ് ട്രിപ്പിന് പോവുകയാണെങ്കിൽ പോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ടാറ്റ ബൈ.